ഹലോ ഗൈസ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അമ്മായിയുടെ ഒരു ഹിറ്റ് റെസിപ്പി ഐറ്റമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് എത്ര മുതിർന്നവരായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള, വെറുതെ ഇഷ്ടമൊന്നുമല്ല, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി, ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ. ഞാൻ ഈ പോസ്റ്റ് ചെയ്യണ മാമ്പഴക്കാളനും ചെമ്മീനും ചിക്കനും ഒക്കെ ഒറ്റ ദിവസത്തെ പരിപാടി. അപ്പൊ ഇവിടെ ചിക്കനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പുറത്താ ചെയ്ത ചേച്ചി അകത്തന്നെ ചെയ്യണ മറ്റേത് എടുത്ത് കൊണ്ട് വെച്ചിട്ട് ഇല്ല പുറത്താന്ന് പറഞ്ഞു. സീത ചേച്ചിയാണ് അമ്മായിയുടെ മേൽനോട്ടം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് അത് നന്നായിട്ട് പുരട്ടി വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുരുമുളക് അത് പുരട്ടി വെച്ചിട്ട് ശരിക്കും നല്ലോണം അത് പുരട്ടിയിരിക്കണം കേട്ടോ. കുറച്ച് നേരം നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണ്. ഓരോന്നും കുരുമുളക് പൊടി പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറിൽ വച്ചിട്ട് അടുപ്പിൽ വരട്ടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് 2-3 സ്പൂൺ കുരുമുളക് പൊടി ആയിട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കണ പെപ്പർ ചിക്കൻ റെസിപ്പി. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഓക്കെ. അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ശരി, പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ശ്രീദേവി ചേച്ചി ഇത് പഠിച്ച് എക്സ്പേർട്ടായി തുടങ്ങി അമ്മായിയുടെ ഇത് ഇതിലേക്കുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പൊ ചിക്കൻ എല്ലാം പുരട്ടി വെച്ചേക്കാണല്ലോ. അത് കഴിഞ്ഞ് നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ, ചുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് മുഴുവൻ മല്ലി, അതായത് മല്ലിപ്പൊടി എല്ലാം ചേർത്താണ്. ഇവിടെ വലിയ മല്ലിയാണ് ആ മല്ലി അതിലേക്കാണ് കഴുകി വെച്ച് ഉണക്കി വെച്ചേക്കണ മല്ലിയാണ്. ആ മല്ലി ചേർത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളകും നമ്മൾ അങ്ങനെ മാറ്റി വെച്ചത്. ഞാൻ സാധാരണ മുളകിൻ്റെ കളയാറില്ല, ഏറ്റവും കൂടുതൽ തന്നെയാണ് മുളക് ഞാൻ ഉപയോഗിക്കുന്നത്. അറിയില്ല നല്ലതാണോ പക്ഷേ അങ്ങനെ ഞാൻ ഈ മുളകും ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 5-6 മണിക്കൂർ മുളകും ചേർക്കും. പിന്നെ നമ്മൾ അതിലേക്ക് ജാതിക്കുരുവിൻ്റെ ഉള്ളിലേത്തെ ജാതിക്കുരു പൊടിച്ചിട്ട് കിട്ടില്ലേ, അത് നമ്മൾ കുഞ്ഞി കഷ്ണം ചേർക്കും. പിന്നെ അതിൽ ഞാൻ എല്ലാ കറി മസാലകളുടെയും കുറേശ്ശെ, അതായത് പെരിഞ്ചീരകം, ജാതിപത്രി, കറുവപ്പട്ട, അങ്ങനെ എല്ലാതും ഇതിലേക്ക് ചേർക്കും. ഇത് ഇന്നത്തെ ഇത് ചേർത്തിട്ട് ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച് അരച്ചിട്ടാണ്, അതായത് മിക്സിയിൽ ഇത് അരച്ചിട്ടാണ് നമ്മൾ ചേർക്കാറുണ്ട്. പൊടി ഇട്ടിട്ടല്ല ചിക്കൻ വയ്ക്കുക. വറുത്ത് പൊടിച്ചിട്ട് അരയ്ക്കും. അരച്ചിട്ട് ആ മിക്സ് നമ്മൾ അതിലേക്ക് ചേർക്കും. ഇതിൽ എല്ലാം ചേർക്കണം കേട്ടോ. ജാതിയുടെ ഉള്ളിലത്തത്, പിന്നെ ജാതി പത്രിയുടെ ഒരു കഷ്ണം, പിന്നെ കറുവപ്പട്ട, എല്ലാ മസാലകളും എല്ലാതും പെരിഞ്ചീരകം. ലൊക്കേഷൻ മാറ്റി, ഞങ്ങൾ പുറത്ത് പ്രകൃതി സൗന്ദര്യം കണ്ട് ഉണ്ടാക്കാന്നാണ് അമ്മ. ഇതിലിപ്പോ വെളിച്ചെണ്ണയിലേക്ക് അമ്മായി സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്, കറിവേപ്പില. ചായ കുടിച്ചുകൊണ്ടിരുന്ന അച്ഛൻ. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനിലേക്ക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മുഴുവൻ മല്ലി അതൊക്കെ ആ അരപ്പ് ചേർത്തു. നന്നായിട്ട് നാളികേരം പൊട്ടും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും.
കഴിച്ചു കഴിച്ചു. ഇതിപ്പോ ഒരു പകുതി പാകായി എന്നാണ് അമ്മായി പറയുന്നത്. ആ പകുതി ആയിന്നാ പറയണേ അമ്മായി ചേച്ചിട്ട്. അപ്പൊ ഇനിയും ഇതിനി ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഇതേപോലെ ഇട്ട് വരക്കും. അപ്പോഴാണ് അമ്മായി സ്പെഷ്യൽ. ഞങ്ങ അങ്ങനെ കളയും. വൈകുന്നേരമൊക്കെ സന്ധ്യ നേരത്തൊക്കെ പുറത്ത് വയ്ക്കുമ്പോ അല്ലെങ്കിലും കളയും. ഞങ്ങ അടുപ്പിലേക്ക് വരും. എന്തിനാ അങ്ങനെ കളയണേ? അത് ആർക്കെങ്കിലും എടുത്തോട്ടെ. അത് വേറെ നമ്മള് ഉപ്പ് വയ്ക്കുന്നേട്ടാ. അത് വേറെ അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് സന്ധ്യ കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോ അല്ല അല്ലെങ്കിൽ പുറത്ത് വെക്കുമ്പോ ഞാൻ ഇപ്പൊ സന്ധ്യ നേരല്ലേ അപ്പൊ ഞാൻ ഇത്തിരി കളഞ്ഞതാ. ഇനി നമ്മള് അതൊരു ഞങ്ങള് അടുക്കളയിലൊക്കെ വെക്കുമ്പോ ചിക്കനും അതൊക്കെ വെക്കുമ്പോ അങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ വെറുതെ അതൊരു ചടങ്ങ്. അവസാനത്തെ നടന്നു. ചേച്ചി ഇത് ഉണ്ടാക്കാൻ 1 മണിക്കൂർ എടുത്തു. 1 മണിക്കൂറല്ലോ, അതിലും കൂടുതൽ എടുത്തില്ലേ? ഇല്ലേ? പക്ഷെ ഞങ്ങക്ക് ഇത് തീർക്കാൻ 1 മണിക്കൂർ പോലും വേണ്ട. ശരിക്കും ഒരു പണിയാ. അല്ല മറ്റേ കറിയാണെങ്കിൽ അതായാലും നമ്മളിതൊക്കെ ഇങ്ങനെ റെഡി. ചിലവര് കൊണ്ടുവന്നെ കാണാൻ കുക്കറിൽ അടിച്ച് അവിടെയൊക്കെ കഴിച്ചു കൊടുക്കും. ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ ചിക്കനൊക്കെ വരട്ടി വെച്ച് സവോളൊക്കെ ഇട്ട് നന്നാക്കി ആദ്യം ഇതാക്കി എല്ലാരും കൂടി കുക്കർ ചിക്കൻ അവര് അത് കഴിക്കുണ്ടാവും. അവര് ഞങ്ങൾ കൂട്ടാർപ്പത്തേക്ക് അതെന്തും കളിയാക്കും അവരെ. പോരെ ഇത് ധാരാളം. ഇതിന് ചൂടാറാൻ വിടാം. ഇതിങ്ങനെ ഉള്ളിൽ തന്നെ വെക്കണം. ഗ്യാസ് പാല് തിളപ്പിച്ചിട്ടാണ് എനിക്ക് സ്ഥലം